ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അതെന്തും ഇടാണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി അങ്ങനെ ആക്കണേ അങ്ങനെ നോക്കാം. ഇഡ്ഡലി എല്ലാം ആക്കിയിട്ട് സരിയാവത്തങ്ങ ഇതുപോലെ ആക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് പണ്ട് നല്ല ടേസ്റ്റ് ഓടുക ഇതുപോലെ ഇഡ്ഡലി ആക്കണമെങ്കിൽ. ഇത് ചുമ കഷ്ടമൊന്നുമില്ല, ഈസി മെത്തേഡ് ആയിട്ടിക്കറ്. അപ്പോൾ ഇതിലൊട്ടിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറും കൂടി കാട്ടുക. സാമ്പാർ ഞങ്ങൾക്ക് മാംഗ്ലൂർ സൈഡിലെല്ലാം വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം കിട്ടറല്ലേ ഒരു സാമ്പാർ, ആ ഒരു ടേസ്റ്റിലുള്ള ആ ഒരു സ്റ്റൈലിലുള്ള ഒരു സാമ്പാറായിട്ടിക്കറ്. നല്ല ടേസ്റ്റ് ഓടുക. ഇഡ്ഡലിയും സാമ്പാറാക്കും നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിട്ടിക്കറ്. വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. ഡീറ്റെയിൽ ആയിട്ട് ഇതിലെല്ലാം ഞാൻ சொல்றேன். അപ്പോൾ இதான் இதுக்கு மெயினாയിട്ട് நானோட 4 கப்பு இட்லி ரைஸ் எடுத்துறேன். அப்போ இட்லி ரைஸ் எடுக்கிறங்க நல்ல நாங்கள் இப்போ சாதா பச்சரி காட்டி இட்லி கண்டாரி பண்டல அதில் நாங்கள் இட்லி ஆக்கும்போது நல்ல இட்லி ஆகிட்டு பண்ணிடுங்க. இப்போ சாதா பச்சரிலும் இதுக்கு முன்னாலும் இட்லி ஆக்கிட்டு வீடியோ இட்டுறேன் நான். அது ಬೇನುಟಾಗಿ ಅದು ನೋಡ್ಕೊರು. അപ്പോൾ ഇതിപ്പോൾ ഇത് കാണുക ഇങ്ങനെ തില്ല് ഗുണ്ട് ഗുണ്ടായിട്ടിരിക്കുறாங்க. ഇഡ്ലിയുടെ അരി കാണുക തില്ല് റൗണ്ട് ആയിട്ടിരിക്കുറേ. അപ്പോൾ ഇത് 4 കപ്പ് അരിക്ക് 3/4 കപ്പ് ഉഴുന്ന് ಬೇನು. അതേ കപ്പിൽ നിങ്ങൾ ഏത് കപ്പ് ഗ്ലാസ്സിൽ അരി എടുക്കാറ് അതിൽ ഞങ്ങൾ ഉഴുന്നു ബാക്കിയെല്ലാം എടുത്തിങ്ങായിട്ട്. അപ്പോൾ 4 കപ്പ് അരിക്ക് 3/4 കപ്പ് ಉಳ್ದು ನಾನು ಪಡ್ತಿದ್ದು ಸ್ಪ್ಲಿಟೆಡ್ ಫುಲ್ ಐಟಲ್ಲಿ ಉಳ್ದು ಬಂದು ಅದು ಏದು ಉಳ್ದು ಅವಡು. അപ്പോൾ 3/4 കപ്പ് ഉഴുന്നു, 1/2 കപ്പ് സാഗ് അതിലേ ഞങ്ങൾക്ക് 1/2 കപ്പ് സാഗ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും മെത്തെ വലിയ സ്പൂണിൽ ഒരു 1/2 സ്പൂണും മെത്തെ ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ എല്ലാം ഒട്ടിಗೆ ഇಟ್ಟರೆ ഞങ്ങൾ ഇത് ഇങ്ങനെ ഒട്ടിಗೆ ഇടുമ്പോൾ തെളി ഈസി ആവിടും. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഉഴുന്ന് ಬೇರೆ അരി ಬೇರೆಲ್ಲ ನೆಂಚು വയ്க்கிறீங்க അങ്ങനെ വെக்கிறீங்க അങ്ങനെ ആക്കുക. അപ്പോൾ ഇത് ഒട്ടിಗೆ ഇട്ടിരിங்க എന്താവില്ല ഞാൻ யாராக்கிடுங்கனுமே. അപ്പോൾ അതുകൊണ്ടിട്ട് അതേപോലെ ഞാൻ കാട്ടുறேன் ഇവിടെ. അപ്പോൾ തണ്ണി ಬಿತ್ತಿட்டு ഇത് ಚಂದ ಕಲಗಿಟ್ಟು ಇಟ್ಕೊಂಡು ಫಸ್ಟಿಗೆ ஒரு 4-5 ಬಟ್ಟೆಂಗೆ നല്ല ಕಲ್ಗುನು ಚಂದ ನಂಗೆ ಇದು ಪಿನ್ನೆ ಕಲ್ಗಿಲ್ಲ ನೆಂಚು ಬೆಚ್ಚಲ್ಲಿ ಪಿನ್ನೆ ಕಲ್ಗಿಲ್ಲ ಫಸ್ಟಿಗೆ ಚಂದ ಕಲ್ಗಿ ಇಟ್ಕೊಂಡು. അപ്പോൾ ഇതുപോലെ കലക്കി എടുത്തേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് സുബൈക്ക് നനച്ച് വയ്க்கிறேன். ഞങ്ങൾ അസർക്ക് അരച്ച് വയ്ക്കുമ്പോൾ സുബൈക്ക് നനച്ച് വെച്ചിങ്ങെത്തു വേഗമേ. അപ്പോൾ ഇത് അരച്ച് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ വേഗം അരച്ച് വയ്ക്കണം. ഒരു 4 ಗಂಟೆ 5 ಗಂಟೆ ആ ഒരു ടൈമിൽ ഞങ്ങൾ അരച്ച് വയ്ക്കണം. അപ്പോൾ നല്ല പൊന്തിട്ട് പണ്ട്. അപ്പോൾ ഇതോടെ വയ്க்கிறேன் ഞാൻ അസർക്ക് ഞാൻ ഇത് അരച്ചെടുக்கிறேன். അപ്പോൾ ഇത് അസർക്ക് ഇനിയിപ്പോൾ ഞാനിത് കൽകില്ല കണ്ടില്ലെങ്കിൽ അരിയെല്ലാം നല്ല നനഞ്ഞിട്ട് വന്നിട്ട് ഇത് ഇനിയിപ്പോൾ കൽകില്ല. ഇത് ഇങ്ങനെയേ ഞങ്ങൾ അരച്ചെടുത്തെങ്ങെത്ത് തന്നെ ಬೇರೆ ಬಿತ್ತೆങ്ങെത്ത്. ഇതേ തന്നെ ಬಿತ್ತണ്ട, ഇതേ തന്നെ ಬಿತ್ತೊಂಟಿಲ್ಲ, ಬೇರೆ തന്നെ ಬಿತ್ತಿട്ട് നല്ല അരച്ചെടുത്തെങ്ങെത്ത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞങ്ങൾ മിക്സിಗೆ അരി ഇട്ട് കൊടുത്തರೆ ജാർക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തರೆ. 1/2 കപ്പ് ചോറ് മേയാവും, അതിലെ കട്ടി ആരെ വേണ്ട ചെന്ന ചോറ് ചുമ ഇട്ടെങ്കിൽ പിന്നെ ಯಾರ ಸಾಫ್ಟ್ ಆವಿಡು. അതുകൊണ്ട് 1/2 ಕಪ್ಪೇ ಮೇಯಾವಿಡು ತಣ್ಣಿ ಬಿತ್ತಿಟ್ಟು ചോറിന് ಬದಲಿಗೆ ಅವಳು ಇಡ್ರಿಂಗ ಅವಳು ಆವು ಅವಳು ಇಡ್ರಿಂಗ ನೀವು ஒரு ಗಂಟೆ 2 ಗಂಟೆ ಎಲ್ಲ ಅವಳು ನಂಚು ಬೇಕನು. ಅದು ಇತ್ತರಮೇ ಇರ್ತಂಗೆ ಇತ್ತು ಏದು ಅವು ಚೋರು ಅವು ಅವಳು ಅವು. അപ്പോൾ തണ്ണി ഇതാ നിങ്ങൾ കണ്ടല്ലേ ഇതിലെ കട്ടിങ്ങിനത്തിൽ മേലെ നിൽക്കണം, അരിയുടെ മേലെ നിൽക്കണം. സാധാ പച്ചരിയിൽ ഞങ്ങൾ ഇഡ്ഡലി ആക്കണമെങ്കിൽ അരിയും തണ്ണി ഒരേ ലെവലിൽ വിത്തിങ്ങിട്ട് ഇഡ്ഡലിയുടെ അരിക്ക് തണ്ണി തെല്ലി ആറ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ തെല്ല് തണ്ണി ആറ നിൽക്കണം ഇങ്ങനെ മേലെ. അപ്പോൾ നല്ല അരച്ചെടുക്കുക. നല്ല അരച്ചെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അരിവ് തീരാ. ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കണം. ചെറിയ തരിക്കില്ല, ആ തരിയോട് കൂടെ നൈസായിട്ട് അരച്ചെങ്കിൽ ഇഡ്ഡലി നല്ലാവില്ല. ചെറിയ തരിയോട് കൂടെ അരക്കുമ്പോൾ ഇഡ്ഡലി തിന്നുക നല്ലാവിടെ. അത് നിങ്ങൾ ഇപ്പോൾ ഉളുന്ത് ಬೇರೆ അരി ಬೇರೆ ನೆಂಚು വയ്க்கிறെങ്കിൽ ഉളുന്ത് ಬೆಂಟೆಂಗೆ നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അരി തരിയോട് കൂടെ അരച്ചെടുക്കും ചെറിയ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒട്ടിಗೆ ഇട്ടെങ്കിൽ ചെറിയ തരിയോട് കൂടെ അരച്ചെടുക്കറേ. അതെല്ലാം അരച്ചിട്ട് എടുക്കറേ. കണ്ടല്ലിങ്ങ എത്ര ഗട്ടി ഉണ്ടോ ഇത്ര ഗട്ടിയിലേ വേണം. ഇത് കാട്ടി ലൂസ് ആവുക തീരാ പിറ്റ് ചന്ത കയ്യിലിതാ ഇതുപോലെ നല്ല മിക്സ് ആക്കി എടുക്കണം. എല്ലാ അരി അരച്ചെടുത്താൽ പിന്നെ തെല്ലിനാര നല്ല മിക്സ് ആക്കണം. ചന്ത കയ്യിലേ മിക്സ് ആക്കണം. ഇതുപോലെ നല്ല മിക്സ് ആക്കണം. അപ്പോൾ ഇത് കയ്യിൽ നല്ല മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് റെസ്റ്റ് വയ്ക്കുമ്പോൾ ഒരു 10-12 ഗಂಟೆಗೆ ഞങ്ങൾ ചെന്നവരെ തിൽ വേഗം അരച്ച് വെച്ചെങ്കിൽ ഞങ്ങൾ ഒരു 10-12 ಗಂಟೆ ഞങ്ങൾ ഇത് റെസ്റ്റ് ആക്കി കിട്ടും. അപ്പോൾ ഞങ്ങൾ നല്ല പൊന്തിയിട്ട് പണ്ട് അങ്ങനെ പൊന്തുക ഞങ്ങൾ ഇങ്ങനെ ബേക്കറല്ലേ ബേക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പിട്ട് വരവ് ബേക്കറല്ലേ ബേക്കുമ്പോൾ നല്ല ചൂടുള്ള പക്കത്തിൽ ബേക്കറിങ് നല്ല ചെന്ന് ഞങ്ങൾ ഇപ്പോൾ അടുപ്പുകെല്ലാം തീയാക്കറങ്ങണ്ടെങ്കിൽ ആ ഒരു അടുപ്പുടെ സൈഡിൽ ബേക്കറിങ് നല്ല പിട്ട് പണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചൂടുള്ള പക്കത്തിൽ ബേക്കറു. അപ്പോൾ ഇതിപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ഫസ്റ്റിಗೆ ഞാനിവിടെ സാമ്പാർ ഒന്ന് ആക്കിയിട്ട് എടുക്കറേ. അപ്പോൾ അരി കാട്ടുறேன் ഞാൻ. അപ്പോൾ ഇത് ഫസ്റ്റിಗೆ സാമ്പാർ ഒന്ന് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ 1/2 കപ്പ് ഞാനിവിടെ ತೊಗರಿಬೇಳೆ എടുത്തರೆ. സാമ്പാറിಗೆ ತೊಗರಿಬೇಳೆ ഉണ്ടല്ലേ അത് 1/2 കപ്പ് എടുത്തರೆ. അത് ഫസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ಬೇಪಾಟಿ എടുക്കണം. വെജിറ്റബിൾ ಬೇರೆ പിന്നെ അതുപോലെ ഇത് ಬೇಳೆ ಬೇಪಾಟಿ എടുക്കറേ. അപ്പോൾ കലക്കി എടുത്ത് കുക്കറിൽ ഇട്ടിട്ട് ഉപ്പൊന്നും ഇടണ്ട, തെല്ല് മഞ്ഞളുടെ പൊടി തണ്ണി വിത്തിട്ട് നല്ല ഒന്ന് ಬೇಪಾಟಿ എടുക്കണം. ഒരു 4 വിസിലെല്ലാം വെന്ത് കിട്ടും നോക്കിയുള്ളൂ. 3-4 വിസില നല്ല ಬೇവിಟ್ಟು ಬೇಳೆ നല്ല ಬೇവിಟ್ಟು. അപ്പോൾ ഒരു 4 വിസിൽ മേയാവും. അപ്പോൾ ഇത് ഇവിടെ വെച്ചറേ വേഗ വെച്ചറേ. ഇനിയിപ്പോൾ ഇതിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് വേണേ വെജിറ്റബിൾ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തറേ. അപ്പോൾ സാമ്പാർക്ക് വേണമായിട്ടുള്ള വെജിറ്റബിൾ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് കുമ്പളിങ്ങ അതുപോലെ പൊട്ടാറ്റോ ക്യാരറ്റ് ചെറിയൊരു പീസ് ഇത് ചക്കരച്ചോര പിന്നെ അതുപോലെ ഒരു 3-4 ಬೆಂಡೆಕಾಯಿ പിന്നെ തെല്ല് ബീൻസ് ഇത്ര. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന തരക്കാരി എടുത്താൽ നിങ്ങളുടെ കയ്യിൽ ഏത് തരക്കാരി ഉണ്ടോ അതെല്ലാം നിങ്ങൾ എടുത്തിങ്ങായിട്ട് ഇത് മുരിങ്ങെടുക്കുമ്പോൾ അതേപോലെ ബൽദിങ്ങ പിന്നെ പച്ചക്കായി ഏതും ആവും ഏത് തരക്കാരി ഉണ്ടോ അതെല്ലാം ചൗത്ത അങ്ങനത്തെ ഏതും ആവും. അതെല്ലാം ഇതുപോലെ വലിയ പീസാക്കി കട്ടാക്കണ്ട ഇതുപോലെ ആക്കി കട്ടാക്കി കഴിത്ത്. അപ്പോൾ ഇതും ഞാനൊന്ന് ಬೇಪಾಟಿ എടുക്കറേ.
അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുക്കറിലല്ല നിങ്ങൾ കുക്കറിലിട്ട് വേപ്പട്ടെങ്കിൽ ഒരു വിസിലെടുത്തെങ്കിട്ട് അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ തന്നെയും പിന്നെ മഞ്ഞളുടെ പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ട് പിന്നെ ಬೆಂಡೆಕಾಯಿ ഇട്ടിട്ടില്ല ಬೆಂಡೆಕಾಯಿ ഞങ്ങൾ ഇത് പാതി വെന്തിട്ട് വന്നല്ല അപ്പം ഞങ്ങൾ ಬೆಂಡೆಕಾയും അതേപോലെ ഒരു ടൊമാറ്റോ ആ ടൈമിൽ ഇട്ടെങ്കിട്ട് ഉപ്പല്ല തില്ല് വെന്തൽ പിന്നെ ഇട്ടെങ്കിട്ട് അപ്പോൾ ഇതുകൂടി രണ്ടും ഇത് വേഗ വെച്ചിട്ട് ബേലും പിന്നെ അതേപോലെ ഇത് വെജിറ്റബിൾസും വേഗ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇത് പിറ്റേന്ന് സുബിക്ക് ഞാനിത് കട്ടുறது പിറ്റ് കണ്ടൽ നിങ്ങൾ നല്ല പൊന്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഇത് നല്ല പിട്ട് വന്ന് ഞങ്ങൾ ಇದಕ್ಕೆ ತೆಲ್ಲು ಬೇಕಿಂಗ್ ಸೋಡಾ അങ്ങനത്തെ ഇത് എന്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ കെട്ടും ഒരു 8 ಗಂಟೆ സുബ 8 ಗಂಟೆ ഒരു ಗಂಟೆ ಅದರ ഇടയ്ക്ക് ഞാനിപ്പോൾ കട്ടുറേ ഞങ്ങൾ അസർക്ക് അരച്ച് വെച്ചിട്ട് ഒരു 8 ಗಂಟೆ തെല്ല് അത്ര കഴിഞ്ഞത് ആ ഒരു ടൈമിൽ ഞാൻ ഇവിടെ കട്ടുറേ അപ്പോൾ ഇതിക്ക് ഉപ്പിട്ടിട്ടില്ല എന്നിട്ട് ബേന അത്ര ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഞങ്ങൾ ഒരു 10-12 ಗಂಟೆಗೂ ഇത് റെസ്റ്റിಗೆ ಬೇಕணும் അപ്പമേ ഇത് നല്ല പൊന്തിട്ട് ಬಂದು പിന്നെ അടുപ്പിടെ സൈഡിലെല്ലാം ಬೇಕರೆಂಗೆ ಬೇಗമേ പൊന്തി ಬಂದು ചൂടുള്ള ഇത് പക്കത്തിലെല്ലാം ಬೇಕರೆಂಗೆ ಬೇಗമേ പൊന്തി ಬಂದು അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇത് ഗട്ടി കണ്ടല്ല നിങ്ങൾക്ക് ഇത്ര ഗട്ടിയിൽ വേണോ ഇത്ര കട്ടി ലൂസ് ആവുക തീരാ അപ്പോൾ അതവിടെ ഞങ്ങൾ ഇഡ്ലിയുടെ പിറ്റ് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇതാ വെജിറ്റബിൾസ് കൂടെ വെന്തിട്ട് വന്നിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിവിടെ ഇതിക്ക് ഒരു ടൊമാറ്റോ അതേപോലെ തിൽബേച്ചപ്പു ഞങ്ങൾ കട്ടാക്കി വെച്ച് ಬೆಂಡೆಕಾಯಿ ഇട്ടിട്ട് തെല്ല് നേരം വേപ്പാട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ബേല വെന്തിട്ട് വന്നിട്ടല്ലേ ബേല വെന്തിൽ പിന്നെ ഒന്ന് കലക്കിയിട്ട് അത് ഇതിക്ക് ബീത്തി കൊടുത്തിട്ട് ഇങ്ങനെ ബീത്തി കൊടുത്തിൽ പിന്നെ ഇപ്പോൾ തെല്ല് നേരം ഇതിപ്പോൾ ഞാൻ മൂടി വയ്க்கிறேன் ഒന്നും കൂടി ഇത് ആവുകൊണ്ട് ഈ ബേലം പിന്നെ ഈ വെജിറ്റബിൾസ് ഒട്ടിಗೆ തരಕಾರಿಯೆಲ್ಲ ഒട്ടിಗೆ തെല്ല് നേരം വേഗ വയ്க்கிறேன் ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കട്ടെ അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് നല്ല പായപ്പട്ടിര അപ്പോൾ ഇത് മയ്യോ ഇതിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ല വെന്തിട്ട് വന്നിട്ട് അപ്പോൾ ഈ തരക്കാരി ഞങ്ങൾ ಬೇವಂಟ ಹೋಗ್ತೀರ ಬೇವಂಟ ಹೆಂಗೆ ഞങ്ങൾ ഈ കറി ಬೇರೆ പിന്നെ ഇത് പീസ് ಬೇರೆ അങ്ങനെല്ലാം ഇക്കറ് പിന്നെ ചുമ വെന്തിട്ട് കലങ്ങും വിടണ്ട നല്ല ಬೇವಂಟಾവും തീര ಬೇವಂಟ ಹೆಂಗೆ നല്ലവല്ലേ അപ്പോൾ ഇത് സാമ്പാർ ഞങ്ങളിത് റെഡി ആയിട്ട് ಅದಕ್ಕೆ പിന്നെ മസാല ഒന്ന് ഞങ്ങൾക്ക് വറുത്തിട്ട് എടുക്കണം അപ്പോൾ പാൻ വെച്ചിട്ട് തെല്ല് ഓയിൽ ബെത്തി കൊടുത്തರೆ ಅದಕ್ಕೆ ഞങ്ങൾക്ക് 3/4 ടേബിൾ സ്പൂണു കൊത്തമ്പരി വലിയ സ്പൂണിൽ 3/4 സ്പൂൺ കൊത്തമ്പരി 1 ടീസ്പൂണു ജീരക അതായത് ചെറിയ സ്പൂണിൽ 1 സ്പൂണു ജീരക തെല്ല് മെത്ത ഒരു 1/4 ടീസ്പൂൺ അത്ര കണ്ടില്ലെങ്കിൽ ഒരു തെല്ല് മെത്ത ചുമ വേണ്ട അതേപോലെ നിങ്ങൾ തെല്ല് കടലബേല അതേപോലെ ഒരു തെല്ല് ഉളുന്തരബേല അതെല്ലാം വേണം ഒരു 1/2 ടീസ്പൂൺ അത്ര കടലബേല 1 ടീസ്പൂൺ ഉളുന്തരബേല ഇത്രമേ ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ഒന്ന് ഇത് കായണം ഇത് ഒന്ന് വറുക്കണം ഇത് കാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിക്ക് ഞാനിപ്പോൾ ഇത് ഞാൻ മുളയുടെ പൊടിയിലാക്കറേ അപ്പോൾ ഇത് ഈ ഒരു സാമ്പാർ ഞങ്ങൾ മുളകിലാക്കണം ഇടി മുളക് ഉണ്ടല്ലേ ഞങ്ങൾ മാംഗ്ലൂരെല്ലാം കറി ആക്കറ മുളക് ഉണ്ടല്ലേ ആ മുളക് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് കാരത്തിക്ക് എത്ര വേണം അതേപോലെ കളറെല്ലാം നോക്കിയിട്ട് വേണം എത്ര മുളക് ഇട്ട് കൊടുക്കണം ഒരു 4 അത്ര മുളകെല്ലാം മേലെ വലിയ മുളക് ഉണ്ടെങ്കിൽ ഒരു 4 മുളകെല്ലാം മേയോ ചുമ വേണ്ട ചുമ ഇട്ടെങ്കിൽ സാമ്പാർക്ക് അത്ര നല്ലപോലെ അപ്പോൾ ഈ കൊത്തമ്പരി അതെല്ലാം നല്ല കാഞ്ഞിട്ട് വേണ്ടല്ലേ കാഞ്ഞ് വന്നതിൽ പിന്നെ 3 സ്പൂൺ വലിയ സ്പൂണിൽ 3 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തേ ചെറിയൊരു പീസ് ഇങ്കും ഇട്ട് കൊടുത്തേ അപ്പോൾ ഇങ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബദൽ ഇങ്ങടെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇടാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഇങ്കും ഇട്ട് കൊടുത്തേ അപ്പോൾ ഈ തേങ്ങ ഇട്ടിട്ട് തെല്ല് നേരക്കായിട്ട് തേങ്ങ ചുമ ഇടത്തില്ല ഒരു 3 അല്ലെങ്കിൽ 4 സ്പൂൺ അത്രയുമേ ആവും അതിലേക്കിട്ട് യാറെ വേണ്ടിയില്ല അപ്പോൾ ഇത് തേങ്ങ ഇട്ടിട്ട് തെല്ല് കാഞ്ഞിൽ പിന്നെ ഇത് മുളയുടെ പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മുളക് ഇടുന്നുണ്ടെങ്കിൽ തേങ്ങ റൊട്ടിക്കുമേ മുളക് ഇട്ടെങ്കിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടേ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ യാറെ വേണമെങ്കിൽ കാറെല്ലാം നോക്കിയിട്ട് നിങ്ങൾ വേന എത്ര ഇട്ട് കൊടുക്കുറ മുളകെല്ലാം തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടേ അത് ഇട്ടിട്ട് തെല്ല് നേരം ചെറിയ തീല വെക്കണം തെല്ല് നേരം ഒന്ന് അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എടുത്തിട്ട് മിക്സി ജാർക്ക് തണ്ണി വിത്തിട്ട് നല്ല അരച്ചിട്ട് എടുത്തെങ്കിട്ട് അപ്പോൾ ഇത് മയോ ഇതാ തെല്ല് നേരം ഒന്ന് അതിൽ ഒരു പച്ച മന പോണ്ട് കൊടുത്താൽ മാത്രം ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഇതാ മിക്സി ജാർക്ക് ഇട്ട് കൊടുത്താൽ തണ്ണി വിത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുറോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇപ്പോൾ അരച്ചെടുത്തിട്ട് ഞങ്ങൾ വേപ്പട്ടി തരക്കറിയെല്ലാം ഉണ്ടല്ലേ ಅದಕ್ಕೆ ബീത്തി കൊടുക്കുക ബീത്തിട്ട് ആ ഒരു മിക്സി ജാർ കലക്കിയിട്ട് തണ്ണി ബീത്തി കൊടുക്കണം തണ്ണി ചുമ ബീത്തണ്ട ചുമ തെലുപ്പ് ആക്കണ്ട തെല്ല് ഗട്ടിയിൽ വേണം ചുമ ഗട്ടിയല്ല ഞാൻ കാട്ടുകയാണ് അപ്പോൾ വേണം എത്ര തണ്ണി ബീത്തി കൊടുക്കുറോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് പുളിയുടെ തണ്ണി അതേപോലെ ഉപ്പ് തിൽക്കൊരടിയുണ്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതാ ഉപ്പ് തെല്ലിട്ട് കൊടുക്കുക അതേപോലെ പുളിയുടെ തണ്ണി പുളി ഞങ്ങൾ തെല്ല് കലക്കിയിട്ട് വയ്ക്കുന്നതാ ഇതുപോലെ ഞാൻ ഒരു ചെറിയൊരു ലിമ്പയുടെ എത്ര വലിയ പുളി എടുത്ത് തണ്ണിയിൽ തെല്ലിനാറ് നനച്ചിട്ടെങ്കിൽ അത് നല്ല കലക്കിയിട്ട് വേണം എത്ര പുളിയുടെ തണ്ണി ബീത്തി കൊടുക്കുറോ പുളി ചുമ കുരടിയാക്കണ്ട അതുപോലെ ചുമ യാറവും വേണ്ട അതിൽ പിന്നെ ഇതാ ചെറിയൊരു പീസ് ചക്കര അപ്പോൾ ഈ ഒരു ചക്കര ഞങ്ങൾക്ക് ആ ഒരു ചെറിയൊരു മധുരം കിട്ടുക വേണമായിട്ട് ഇതിപ്പോൾ ഞാൻ ചക്കര ചൊര ഇട്ടത് കൊണ്ടിട്ടോ ഓൾറെഡി ചെറിയൊരു മധുരം ഉണ്ട് ഇതിക്ക് അപ്പോൾ അത് കൊണ്ടിട്ട് തെല്ല് ഞാൻ ചെറിയ പീസ് ഇട്ടേ നിങ്ങൾ നോക്കിയിട്ടോ ചുമ മധുരം ആവുക തീരാ ചെറിയൊരു മധുരവും വേണം ഇത് കാര പുലി അതെല്ലാം ഒരേപോലെ വേണം പിന്നെ തെല്ല് മുളയുടെ പൊടി ഇട്ട് കൊടുത്തേ ഞാൻ കാരത്ത് ഒപ്പസ് തെല്ല് ചുമ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് മാംഗ്ലൂർ സൈഡിലേക്ക് ഇട്ടേ ഇതിനെക്കാട്ടി ഒന്നും കൂടി ഒന്ന് റെഡ് കളർ ഇക്കിട് സാമ്പാർക്കെല്ലാം തെല്ല് കളർ യാറിക്കിട് അപ്പോൾ അത് അങ്ങനെ വേണ്ടിട്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട് ചുമ കളർ ഇട്ടിട്ടില്ല ചുമ മുളക് പൊടി ഇട്ടിട്ടില്ല തെല്ല് അപ്പോൾ സാമ്പാർക്കെല്ലാം ചുമ ഓവറായെങ്കിൽ അത്ര നല്ലാവില്ല നോക്കിയിട്ട് വേണം എത്ര ഇടുള്ളൂ അപ്പോൾ നല്ല ഇതെല്ലാം ഇട്ടാൽ പിന്നെ നല്ല പായപ്പാട്ടുന്നു
പായച്ചൽ പിന്നെ ಅದಕ್ಕೆ ಒಗ್ಗರಣೆ ಇಟ್ಟಂಗೈತೆ ಒಗ್ಗರಣೆಗೆ ಆಯಿಲ್ ಬೆಚ್ಚಿಟ್ಟು ಅದಕ್ಕೆ ನಂಗೆ ಕಡುಗು ಬೇಚಪ್ಪು ചുവന്ന മുളക് ഇത്ര ഇട്ടിട്ട് ഒഗർണ ഇട്ടതാണ് ഞങ്ങൾ സാമ്പാർ ഇവിടെ റെഡി ചെയ്ത് അപ്പോൾ ഇത് തേങ്ങ ഒഗർണ ഇട്ടിരുന്നല്ലേ അതിൽ പിന്നെ തെല്ല് കൊത്തമ്പരി സൊപ്പും കട്ടാക്കി ഇട്ട് കൊടുത്തേ അപ്പോൾ ഞങ്ങൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇതാ റെഡി ചെയ്ത് ഞങ്ങൾ മാംഗ്ലൂർ സൈഡിലെല്ലാം കിട്ടറല്ലേ അവർ വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം കിട്ടറല്ലേ അതേ സെയിം ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ആക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആടും അപ്പോൾ ഞങ്ങൾ സാമ്പാറും റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ഒന്നാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ തണ്ണി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ബീത്തി കൊടുക്കുക അപ്പോൾ അവർ ഇഡ്ഡലിയുടെ അടുത്ത് ഞങ്ങൾ തില്ല് ഇത് ഓയിൽ തോത്തി കൊടുക്കണം ഫസ്റ്റ് സ്റ്റീലിൻ്റെ ഇതായത് കൊണ്ടിട്ട് അതിങ്ങനെ പത്തി പിടിക്കരുത് ചിലപ്പല്ല അപ്പോൾ അത് അങ്ങനെ ഓയിൽ തോത്തിയല്ലോ പിന്നെ കിണ്ണത്തിൽ വിത്തരെങ്കിൽ കിണ്ണത്തിലും ആവണങ്ങ ഇഡ്ഡലിയെല്ലാം കുറേ ആളുകൾക്ക് ഇങ്ങനെ കിണ്ണത്തിൽ വിത്തറാറല്ലേ അങ്ങനെ അതിൽ വിത്തരെങ്കിൽ അതിലോ അപ്പോൾ ഇങ്ങനെ വിത്തിട്ട് ഞങ്ങൾ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റിൽ ഞങ്ങൾക്ക് ഇഡ്ഡലി ಬೆಂದು കിട്ടും 15 മിനിറ്റ് ഒഴുക ഞങ്ങൾക്ക് ಬೆಂದು കിട്ടും 15 മിനിറ്റ് ಬೇನುಂಟಿಲ್ಲ ಅದ್ರ ಒಳಗಮೆ ഞങ്ങൾക്ക് ഇത് ഇഡ്ഡലി ಬೇವಡು അപ്പോൾ അതോടെ ഇക്കട്ട് അപ്പോൾ ഇതുകൂടെ ആയിട്ടതാ വെന്തിട്ട് വന്നിട്ട് എടുക്കുകയാണ് ഓഫാക്കിയിട്ട് അപ്പോൾ എടുത്തിട്ട് ഒരു തെല്ല് നേരം പറത്ത് വയ്ക്കണോ ചെന്നിട്ട് ഒരു ചുമ ഇപ്പമേ എടുക്കണ്ട ഇപ്പമേ എടുക്കുമ്പോൾ സമാക്കിയിട്ടില്ല പിന്നെ അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് തണിയും തീരായിട്ടില്ലേ തെല്ല് ചെറിയൊരു ചൂടോടുമേ ഞങ്ങൾ എടുക്കണം എനിക്ക് ഇതിൽ അങ്ങനെ എടുക്കുമ്പോൾ കിട്ടേ ഇല്ല എനിക്കന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുമ്പോൾ അത് ചൂട് പോകുമ്പോൾ ഉണങ്ങിയിട്ട് അവിടേക്ക് പത്തി പിടിക്കരുത് പിന്നെ എടുക്കുകയെല്ലാം കഷ്ടമാവും അപ്പോൾ ഇത് എടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് ബാക്കി എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ ആക്കി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ ഇഡ്ഡലി അങ്ങനെ ഉണ്ടു നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി ആയിട്ടിക്കറ് ഇഡ്ഡലി നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ആക്കി നോക്കറോ പിന്നെ ഞങ്ങൾ സാധാ പച്ചറിയിലാക്കുന്നതും ആക്കുന്നതിനെ കാട്ടി ഞങ്ങൾ ഇങ്ങനെ ഇഡ്ഡലിയുടെ റൈസിലെ ആക്കുമ്പോഴത്തേക്ക് ഇഡ്ഡലി നല്ല ആവിടും സാധാ പച്ചറിയിലാക്കുന്നതിനെ കാട്ടി ഇഡ്ഡലി നല്ല അവിടെ ഈ ഒരു അരിയിലാക്കുമ്പോഴേ പിന്നെ വെച്ചെന്ന പോലെ അവർ ചെറിയ തരിയോട് കൂടെ അരക്കൊണ്ടാங்க അരി അരക്കുമ്പോഴത്തേക്ക് അപ്പമേ പിന്നെ ഇഡ്ഡലി തിന്നോക്കും നല്ല അവിടെ ചുമ നൈസായിട്ട് അരച്ചെങ്കിൽ ഇഡ്ഡലി നല്ലാവില്ല അപ്പോൾ കണ്ടല്ലേ ഇതാ നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി ആയിട്ടിക്കറ് നിങ്ങൾ ഇഡ്ഡലി എല്ലാം ആക്കിയിട്ട് ശരിയാവത്തങ്ങ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് പിന്നെ ഊടെ കിട്ടുന്ന പച്ചരിയും ഞങ്ങൾ ഇപ്പോൾ സാധാ റായത്തിൽ കിട്ടുന്ന പച്ചരി പോലല്ല ഊടെ കിട്ടുന്ന പച്ചരി ഞങ്ങൾക്ക് രണ്ട് പോലത്തെ പച്ചരി ഞങ്ങൾ അത് ഇഡ്ഡലി ആക്കിങ്ങോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കിങ്ങോ ഞങ്ങൾക്ക് ആ റായത്തിൽ കിട്ടുന്ന പച്ചരി പോലത്തെ കൂടെ കിട്ടില്ല രണ്ട് പോലെ ഇക്കറ് ചിലപ്പോൾ കിട്ടുന്ന പച്ചരില്ല ആരെ കിട്ടുന്ന പച്ചരിയെല്ലാം അങ്ങനെ വയ്ക്കറ് അപ്പോൾ നിങ്ങൾ നോക്കിയാലല്ലേ ഇഡ്ഡലി നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബണ്ട് എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ കേൾക്കൂ അപ്പോൾ ഈ ഒരു സാമ്പാറും അങ്ങനെ ഇഡ്ഡലി സാമ്പാറെല്ലാം നിങ്ങൾ ആക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾ ആക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൽ ഞാനിവിടെ ചട്നി വയ്ക്കരാ ചട്നി ഇതിൽ കാട്ടിയില്ല ചെന്ന് ചട്നീൻ്റെ വീഡിയോസ് എല്ലാം മുന്നൊല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിരാ അതിൽ ലിങ്ക് വേണം ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ആക്കി വയ്ക്കുക അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാർ தான் ரெடி ஆயிரு நீங்கள் കാണുമ്പോൾ கொஞ்சம் നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി സാമ്പാർ പിന്നെ അതിലൊട്ടിക്ക് അവർ ചട്നിയും കൂടി ചട്നിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ആക്കി നോക്കൂ നോക്കിയാലല്ലേ നിങ്ങൾ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും